എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഫ്റ്റർ പ്ലസ് ടു സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതിലേതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം? ഡിഗ്രി എടുക്കുന്നവർ ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം? ഏതാണ് നല്ലത്? സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണോ? നമുക്കെല്ലാം വിശദമായി പരിശോധിക്കാം. ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഏത് കോഴ്സ് എടുക്കണം? സയൻസ് കഴിഞ്ഞവർ, അതുപോലെ തന്നെ കൊമേഴ്സ് കഴിഞ്ഞവർ, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർ, ഇനി ഏത് കോഴ്സാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു ചിന്താഗതിയിലിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. റിസൾട്ട് വരട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്, എനിക്കറിയാം. അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒറ്റൊരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് പോലുള്ള എക്സാമുകൾ, നീറ്റ് JEE പോലുള്ള എക്സാമുകൾ എഴുതി, പോലെ കീം പോലുള്ള എക്സാമുകളൊക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ഫീൽഡിലേക്കോ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ അതുപോലെ തന്നെ ഡിഗ്രി പോലെയുള്ള കോഴ്സുകളിലേക്കോ ഒക്കെ തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. കൊമേഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് CA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അക്കൗണ്ടിങ് പോലുള്ള കാര്യങ്ങൾക്കും ഇന്ത്യയിൽ തന്നെ കൊമേഴ്സിൻ്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് പഠനം നടത്താൻ സാധിക്കും. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് ഡിഗ്രി പോലുള്ള കോഴ്സുകളൊക്കെ എടുക്കാം, ഡിഗ്രി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റനവധി കോഴ്സുകൾ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. ഇനി ഡിഗ്രി എടുക്കുന്നവർ ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം? ഏതാണ് ഏറ്റവും നല്ലത്? ഡിഗ്രിക്കൊക്കെ പോകാനിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി UGC അപ്രൂവഡ് ആണ്, UGC അംഗീകാരമുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. UGC മീൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെയെല്ലാം ഏകോപിപ്പിച്ച് ഒറ്റ ഒരു കേന്ദ്രത്തിന് കീഴിലാക്കി നമ്മുടെ കേന്ദ്ര സർക്കാർ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിച്ചൊരു കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC എന്ന് പറയും. അപ്പോൾ ഈ UGCയുടെ അംഗീകാരം ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഡിഗ്രി പഠിച്ചതിനുള്ള വില നിങ്ങൾക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസാണ് കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഈ 4 യൂണിവേഴ്സിറ്റീസ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റീസാണ്. ഈ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ 4 യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, നിങ്ങൾ കേരളത്തിൽ തന്നെ നിന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ 4 യൂണിവേഴ്സിറ്റീസ് ഏറ്റവും ബെറ്ററായ ഓപ്ഷനാണ്. പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് മാത്രമേ ഡിഗ്രി ചെയ്യാൻ സാധിക്കൂ. അത് നിങ്ങൾക്ക് ഡിസ്റ്റൻസിൽ മാത്രമേ ഡിഗ്രി ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ പ്ലസ് ടു സ്കൂളിൽ പോയ പോലെ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് കാലിക്കറ്റ്, കണ്ണൂർ, MG, കേരള യൂണിവേഴ്സിറ്റീസ്, ഈ 4 യൂണിവേഴ്സിറ്റീസ് ബെറ്റർ ഓപ്ഷനാണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റീസാണ്. UGC അംഗീകാരമുണ്ട്. നിങ്ങൾ ഡിഗ്രി തിരഞ്ഞെടുക്കുമ്പോൾ UGC അംഗീകാരമുള്ളെന്ന് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞതിന് കാര്യം, ഇന്ത്യയിലും വിദേശത്തും ഒക്കെയായി നമ്മുടെ ഡിഗ്രിക്ക് വാല്യൂ ഉള്ളു. നമ്മളിപ്പോൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പോരല്ലോ, ആ ഡിഗ്രിക്ക് വാല്യൂ വേണം. അതായത് ഞാൻ ഡിഗ്രി വരെ പഠിച്ചു, അതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ വാല്യൂ വേണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്. UGC അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് വാല്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വാല്യൂ ഉള്ള ഇത് നോക്കണം. നിങ്ങളിപ്പം സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എടുത്താൽ, ഇപ്പം ഞാൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി പറയാം.
സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇതെല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം വരണമെങ്കിൽ CUET എന്നുള്ള എക്സാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും. ഈ എക്സാം നിങ്ങൾ എഴുതി ക്വാളിഫൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ അത് കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് CUET പോലുള്ള എക്സാം വേണ്ട. നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ് കൊടുത്ത പോലെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. പിന്നെ +1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റ ഒരു പോർട്ടൽ വഴിയാണ്, HS ക്യാപ്പിൻ്റെ ഒറ്റ പോർട്ടൽ വഴിയാണ് നിങ്ങൾ +1 അലോട്ട്മെൻറ്റ് നൽകിയത്. എന്നാൽ നിങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാലിക്കറ്റ് വേണമെങ്കിൽ, നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അപ്ലൈ ചെയ്യണം വെബ്സൈറ്റ് വഴി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി വേണ്ടെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അപ്ലൈ ചെയ്യണം. കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന് വേറെ വെബ്സൈറ്റ് ഉണ്ട്, കേരള സർവകലാശാല എന്ന് പറഞ്ഞ്, കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കൂ. അപ്പോൾ എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. ഡിഗ്രിയൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസും സെലക്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.